എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഒരു പുതിയ വെറൈറ്റി പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പുട്ട്, അപ്പം, ഇടിയപ്പം, ദോശ, മസാല ദോശ, ചപ്പാത്തി, പൂരിയൊക്കെ തിന്ന് മടുത്തിരിക്കുകയല്ലേ. അപ്പോൾ അന്നത്തെ ദിവസം വേറൊരു വെറൈറ്റി പലഹാരം ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്നതുണ്ട് ഒരു ഗ്ലാസ് റവ, അര ഗ്ലാസ് അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് തേങ്ങ, കുറച്ച് വെള്ള എള്ള്, ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ, കുറച്ച് ക്യാരറ്റ്, ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ജീരകം 1.5 സ്പൂൺ, പെരിഞ്ജീരകം 1/2 സ്പൂൺ, ഒരു സ്പൂൺ നല്ലെണ്ണ, ഇത്രയാണ് ഇത് വേണ്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയും മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന കണക്ക് വെള്ളം എടുക്കുക. നമ്മൾ കുറച്ച് എള്ളും കുറച്ച് തേങ്ങയും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി പച്ചക്കറികളെല്ലാം പിന്നെ അതേ കണക്ക് മല്ലിയില അങ്ങനെ വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ തിളപ്പിച്ചാറിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക. ഈ വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഇതിനകത്ത് ഇങ്ങനെ അടച്ചു വെച്ചേക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ റവയൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് അരിപ്പൊടിക്കകത്തും ഉണ്ടാക്കാം, നമുക്ക് റവയിലും ഉണ്ടാക്കാം. ഇത് നമുക്ക് അടച്ചു വയ്ക്കാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇതിതാ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുത്തിട്ട് നമ്മുടെ ഈ കയ്യിൽ ഇത്തിരി എണ്ണ വരട്ടുക. കയ്യിലിട്ട് വരട്ടിട്ട് ഇത് ഈ കയ്യിലോട്ട് നമ്മളെ പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് കല്ലിലോട്ടിട്ട് അതേ കണക്ക് എല്ലാം നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതേപോലെ വെച്ചൊരു സാധനം വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തേങ്ങ വയ്ക്കുക. കുറച്ച് എള്ളിടുക. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. കറിയൊന്നും വേണ്ട, കടിച്ചങ്ങ് കഴിച്ചാൽ മാത്രം മതി. ഇഷ്ടമുണ്ടെങ്കിൽ ചമ്മന്തി അരയ്ക്കാം, വേറെ ഒന്നും ഇതിനകത്ത് ടേസ്റ്റ് വരുന്നില്ല കേട്ടോ. വെറുതെ അങ്ങ് കഴിക്കാനാണ് നല്ലത്. അപ്പോൾ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം ഒരു കശുവണ്ടി വയ്ക്കാം കേട്ടോ. ഉണ്ടെങ്കിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിനൊക്കെ തന്നെ എള്ളൊക്കെ ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. തേങ്ങ ഇത്തിരി ഇട്ടാൽ അത്രയും ടേസ്റ്റ് നല്ല കേട്ടോ. അപ്പോൾ ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം എണ്ണ ഈ സൈഡിലോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം. അല്ലാതെ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കണ്ടു, നല്ല രസമാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനൊരു പലഹാരം. ഇതേപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കണക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതുകൊണ്ട് നിങ്ങളെനിക്ക് ലൈക്കും ഷെയറും ഒക്കെ തരണം കേട്ടോ. ഇതേ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. എണ്ണ അധികം ഇല്ല, റവയാണ്, അരിപ്പൊടി ഒരു 2-3 സ്പൂണേ ഉള്ളൂ. പിന്നെ അതിനകത്ത് പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടേക്കുന്നത് കേട്ടോ.
അതേപോലെ ദോശക്കല്ല് മാത്രമേ എടുക്കാം. നമ്മൾ ഈ ദോശക്കല്ലൊക്കെ പഴയതുണ്ടല്ലോ, അതിനകത്ത് മാത്രമേ എടുക്കാം. നമ്മളല്ലാതെ പെട്ടെന്ന് നെയ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് ഇത് ഉണ്ടാക്കരുത് കേട്ടോ. നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോൾ ഇളകി വരാൻ പാടായിരിക്കും. അപ്പോൾ ഇത് തിരിച്ച് മറിച്ച് വിട്ട് ഇങ്ങനെ വേവിച്ച് വേവിച്ച് എടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല മണമാണ് വരുന്നത് കേട്ടോ. ജീരകത്തിൻ്റെയൊക്കെ നല്ല മണം. ഇത് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ദേ ഇങ്ങനെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യൊക്കെ മേളിൽ തടവി കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാം പച്ചെണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. പച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെക്കണം. കൈയൊന്നും പൊള്ളത്തൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത് എൻ്റെ സൈഡും എല്ലാം നല്ലോണം മുരിഞ്ഞിരിക്കും. അത് കണക്കങ്ങ് ആക്കി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാ പലഹാരവും ഉണ്ടാക്കി തീർക്കും. കണ്ടില്ലേ, നമ്മുടെ റവ കൊണ്ട് ഉള്ള അടിപൊളി ഈസി ആയിട്ടുള്ളൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. കണ്ടില്ലേ, അപ്പം ഇതിനകത്ത് വേറെ ഒന്നും കഴിക്കണ്ട, കറിയൊന്നും വേണ്ട. വെറുതെ അങ്ങ് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പലഹാരം ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.